السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله وكفى، والصلاة والسلام على رسوله المصطفى وعلى آله وأصحابه أهل الصدق والوفاء. أما بعد، يقول المصنف رحمه الله: وسادسها ترتيب كما ذكر من تقديم غسل الوجه فاليدين فالرأس فالرجلين للاتباع. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വുളൂഇന്റെ ഫർളുകളിൽ നിന്നും 5 ഫർളുകളെ കുറിച്ച് നാം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വുളൂഇന്റെ 6ാമത്തെ ഫർദിനെ കുറിച്ചാണ്. മഹാനായ മുസന്നിഫ് റഹിമഹുള്ള പറയുന്നു: വസാദിസുഹ, വുളൂഇന്റെ ഫർളുകളിൽ നിന്നും 6ാമത്തേത് 6 തർത്തീബുൻ, തർത്തീബ് ആണ്, വഴിക്ക് വഴി കൊണ്ടുവരലാണ്. തർത്തീബ് എന്ന് പറഞ്ഞാൽ വദഉ കുല്ലി ഷൈഇൻ ഫീ മർതബതിഹി വഫീ മഹല്ലിഹി എന്നാണ്. അതായത് ഏതൊരു വസ്തുവിനെയും അതിന് യോജിച്ചതായ ഒരു പദവിയിലും അതുപോലെ അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു സ്ഥലത്തും അതിനെ വെക്കുന്നതിനാണ് തർത്തീബ് എന്ന് സാങ്കേതികാർത്ഥത്തിൽ പറയപ്പെടുക. അപ്പോ 6ാമത്തെ ഫർദ് വുളൂഇന്റെ 6ാമത്തെ ഫർദ് തർത്തീബാണ്, വഴിക്ക് വഴി കൊണ്ടുവരലാണ്. കമാ ദുക്കിറ, പറയപ്പെട്ടതുപോലെ. അതെന്തിനാൽ? മിൻ തഖ്ദീമി ഗസ്ലിൽ വജ്ഹി, മുഖം കഴുകലിനെ മുന്തിക്കലിനാൽ, ഫൽ യദൈനി, പിന്നീട് 2 കൈകളെ കഴുകൽ, ഫർറസി, പിന്നെ തല തടവൽ, ഫർരിജ്ലൈൻ, പിന്നെ 2 കാലുകളും കഴുകലിനാൽ. അപ്പോൾ നാം ഇതിനു മുമ്പ് പറയപ്പെട്ട ഫർളുകൾ അതേ രൂപത്തിൽ തന്നെ അതിൻ്റെതായ ആ വഴിക്കു വഴി തന്നെ അതിനെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് വുളൂഇന്റെ 6ാമത്തെ ഫർള്. ഇവിടെ സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം വുളൂഇന്റെ ഫർള് നാം എണ്ണിയപ്പോൾ ആദ്യമായിട്ട് 1 നിയ്യത്താണ്, 2ാമത്തേത് മുഖം കഴുകലാണ്, പിന്നെ 3ാമത്തേത് 2 കൈകളും കഴുകുക, പിന്നീട് തല തടവുക, പിന്നെ കാല് കഴുകുക. ഇങ്ങനെയാണ് തർത്തീബ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മുസന്നിഫ് ഇവിടെ കമാ ദുക്കിറ, പറയപ്പെട്ടതുപോലെ, മുമ്പ് പറയപ്പെട്ടതുപോലെ എന്ന് പറഞ്ഞതിന് ശേഷം ആ പറയപ്പെട്ടതിന് വിശദീകരണമായി ബയാനിയത്തായി നൽകിയത് അതെന്തിനാൽ? മിൻ തഖ്ദീമി ഗസ്ലിൽ വജ്ഹി, മുഖം കഴുകലിനെ മുന്തിക്കലിനാൽ എന്നാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നിയ്യത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. അതിന്റെ കാരണം നിയ്യത്തിന്റെയും മുഖം കഴുകുന്നതിന്റെയും ഇടയിൽ ഒരു തർത്തീബ് ഇല്ല. കാരണം നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് മുഖം കഴുകലിനോട് അന്വരിച്ചാണ് വരേണ്ടത് എന്ന് നമുക്ക് ആ നിയ്യത്തിന്റെ അർത്ഥം തന്നെ മനസ്സിലാക്കിയാൽ നമുക്കറിയാം. കാരണം നിയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഖസ്ദു ശൈഇ മുഖ്തരിനം ബിഫിഇലിഹി എന്നാണ്. അപ്പോ ഇവിടെ വുളൂഇന്റെ ഫർളുകൾ നാം ചെയ്യുമ്പോൾ നിയ്യത്തും മുഖം കഴുകലും അത് ഒരേ ഒരു മർത്തബയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മുഖം കഴുകുമ്പോൾ തന്നെ നിയ്യത്ത് മനസ്സിൽ കരുതിക്കൊണ്ടാണ് നാം മുഖം കഴുകുക. 2 പ്രവർത്തനവും ഒരേ സമയത്താണ് സംഭവിക്കുന്നത്. അതിനാൽ തന്നെ അത് മുസന്നിഫ് റഹിമഹുള്ള ഇവിടെ ഒഴിവാക്കി എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ ഈ തർത്തീബ് എന്നുള്ള ഫർള് അത് ലിൽ ഇത്തിബാഇ,
ഇത്തിബാഇന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനവുമായി നാം അനുകരിച്ചതിന് വേണ്ടി, പിൻപറ്റിയതിന് വേണ്ടി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വുളൂഇന്റെ രൂപവും ഭാവവുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും ഒപ്പിയെടുക്കുന്ന സച്ചരിതരായ സ്വഹാബത്തുൽ കിറാം അവർ റിപ്പോർട്ട് ചെയ്ത എല്ലാ രൂപങ്ങളിലും ഉള്ളത് ഈ ഒരു തർത്തീബ് പ്രകാരമാണ്. അതായത് ആദ്യം മുഖം കഴുകുക, പിന്നീട് 2 കൈകൾ കഴുകുക, പിന്നീട് തല തടവുക, പിന്നീട് കാൽ തടവുക. ഇതേ രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലം മുഴുവനും അള്ളാഹുവിന്റെ ഹബീബ് വുളൂ ചെയ്തതായിട്ട് അവിടുത്തെ സ്വഹാബത്തുൽ കിറാം ദർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തർത്തീബ് ഇവിടെ ഫർളാണ്, നിർബന്ധമാണ്. ഈ തർത്തീബിൽ തന്നെ വുളൂ ചെയ്യൽ നിർബന്ധമാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അത് തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കണം. അതല്ല, ഇങ്ങനെ ഒരു തർത്തീബ് ഇല്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ തർത്തീബിന് വിപരീതം പ്രവർത്തിക്കുമായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത മുഴുവൻ ഹദീസുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇതേ ഒരു തർത്തീബ് പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളു എടുത്ത് സ്വഹാബത്തുൽ കിറാമിന് കാണിച്ചു കൊടുത്ത ചരിത്ര സംഭവങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിന്റെ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ മുഖം കഴുകുന്ന സ്ഥലത്ത്, അതുപോലെ കൈ കഴുകുമ്പോൾ, അതുപോലെ കാല് കഴുകുമ്പോൾ, അതുപോലെ തല തടവിയപ്പോൾ അവിടെയൊക്കെ മുസന്നിഫ് പറഞ്ഞു ലിൽ ആയത്തി. പക്ഷെ തർത്തീബിന്റെ വിഷയം വന്നപ്പോൾ അവിടെ പറഞ്ഞത് എന്താണ്? ലിൽ ഇത്തിബാഇ. അതെന്തുകൊണ്ടാണ്? ആയത്തിൽ നിന്നും നമുക്ക് വ്യക്തമായി എന്ന് പറഞ്ഞാൽ ആയത്തിന്റെ വ്യക്തമായ ആ വിഷയത്തിൽ നാം ചിന്തിക്കുമ്പോൾ അതിൽ നിന്നും തർത്തീബ് മനസ്സിലാക്കപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. തർത്തീബിലാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിലും, കാരണം തർത്തീബിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അവിടെ തർത്തീബ് ഉണ്ട് എന്ന് കിട്ടൂല. ചെറിയ കാര്യങ്ങളൊക്കെ തർത്തീബിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ തർത്തീബില്ലാത്ത രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ വസ്ജുദി വർക്കഈ മഅ റാക്കിഈൻ എന്ന് കാണാൻ കഴിയുന്നുണ്ടല്ലോ. അവിടെ ആദ്യം വസ്ജുദി എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്, പിന്നീടാണല്ലോ വർക്കഈ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അതുകൊണ്ട് മനസ്സിലാവൂല. പക്ഷെ എങ്കിലും ഈ ആയത്തുൽ വുളു ആവുന്ന യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ എന്ന ആയത്തുൽ വുളുവിനെ കുറിച്ച് വളരെ സ്പഷ്ടമായി വിശദീകരിക്കുന്ന ഈ ആയത്തിനെ കുറിച്ച് അറബി ഭാഷയുമായിട്ട് നാം ഒരു പഠനം നടത്തുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ തർത്തീബ് ലഭിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് യഥാർത്ഥത്തിൽ യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. ഇവിടെ മുഖം കഴുകുക, 2 കൈകളും കഴുകുക, 2 കാലും കഴുകുക. വംസഹൂ ബിറുഊസിക്കും, നിങ്ങളുടെ തലയിൽ നിന്നും അല്പം തടവുക. അപ്പൊ ഇവിടെ ഈ കഴുകുക എന്നുള്ള പ്രവർത്തനത്തിൽ തലയല്ലാത്ത മറ്റുള്ള എല്ലാ അവയവങ്ങളും കഴുകുക എന്നുള്ളതിൽ അത് മുതജാനിസേനിയാണ് എന്ന് പറഞ്ഞാൽ തുല്യതയുള്ള ആ പ്രവർത്തനവുമായിട്ട്, കഴുകുക എന്നുള്ള പ്രവർത്തനവുമായിട്ട് യോജിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ തർത്തീബ് ഉണ്ടായിരുന്നില്ല എങ്കിൽ അത് മൂന്നും എന്ന് പറഞ്ഞാൽ യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വഅർജുലക്കും ഇലൽ കഅബൈൻ എന്നായിരുന്നു പറയേണ്ടത്. അപ്പോൾ ഈ വംസഹൂ ബിറുഊസിക്കും എന്നുള്ളത് മറ്റൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ തല തടവുക എന്നുള്ളതാണ്, കഴുകുക എന്നുള്ളതല്ല. അപ്പൊ ഈ തല തടവുക എന്നുള്ളതിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ ഘടനയുമായി നാം നോക്കുമ്പോൾ അവസാനമായിരുന്നു കൊണ്ടുവരേണ്ടിരുന്നത്. പക്ഷേ
അതിന് അവിടെ വംസഹു ബി റൂസിക്കും എന്നുള്ളത് വഅർജുലക്കും ഇലൽ കഅബൈൻ എന്നുള്ളതിന്റെ മുമ്പ് തന്നെ കൊണ്ടുവരാൻ ചില നിർബന്ധിതമായ അവസ്ഥ ഉണ്ടായത്, അതിന് ചില നിർബന്ധാവസ്ഥ വന്നത് എന്തുകൊണ്ടാണ്, ഇങ്ങനെ ഒരു തർത്തീബ് ഉണ്ടായത് കൊണ്ടാണ് എന്ന് പണ്ഡിതന്മാര് വ്യക്തമാക്കുന്നുണ്ട്. ഇനി പറയുന്നത് വലവിൻ ഗമസ മുഹ്ദിസുൻ, ഒരു അശുദ്ധിക്കാരൻ മുങ്ങിയാൽ, വലൗ ഫീ മാഇൻ ഖലീലിൻ, അത് കുറഞ്ഞ വെള്ളത്തിലാണെങ്കിലും ശരി, ബിനിയ്യത്തിൻ മുഅ്തബറത്തിൻ, പരിഗണിക്കപ്പെട്ട നീയത്തോടുകൂടെ, മിമ്മാ മറ, മുമ്പ് കഴിഞ്ഞുപോയ. കാരണം നാം മുമ്പ് നീയത്തിന്റെ ഒരുപാട് രൂപങ്ങൾ വിശദീകരിച്ചിരുന്നു. ഞാൻ വുളൂ ചെയ്യുന്നു, അതല്ലെങ്കിൽ വുളൂ എന്ന ഫർദനെ വീട്ടുന്നു, അതല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ വുളൂ ചെയ്യുന്നു, അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കുന്നു. ഇങ്ങനെ ഒരുപാട് നീയത്തിന്റെ രൂപങ്ങളെ കുറിച്ച് നാം മുമ്പ് വിശദീകരിച്ചു ഇരുന്നു. അപ്പൊ ആ നീയത്തുകളിൽ നിന്നും ഉള്ള ഒരു നീയത്ത് വെച്ചുകൊണ്ട് ഒരാള് മുങ്ങിയാൽ, ഒരു അശുദ്ധിക്കാരൻ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ, അജ്സഅഹു അനിൽ വുളൂഇ, വുളൂഇനെ തൊട്ട് അവനിക്ക് അത് മതിയാകുന്നതാണ്. അപ്പൊ വുളൂഇനെ തൊട്ട് അവനിക്ക് മതിയാകും. അപ്പോ നീയത്തോടുകൂടെ അജ്സഅഹു അനിൽ വുളൂഇ, വുളൂഇനെ തൊട്ട് അദ്ദേഹത്തിനിക്ക് അത് മതിയാകുന്നതാണ്, വുളൂ സ്വഹീഹാകുന്നതാണ് എന്നർത്ഥം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഈ അശുദ്ധിക്കാരനായ വ്യക്തി വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുമ്പോൾ ആ വെള്ളം 2 കുല്ലത്തിനേക്കാളും കുറഞ്ഞതാണെങ്കിൽ, അതായത് 200 ലിറ്ററിനേക്കാളും കുറഞ്ഞ വെള്ളമാണ് എങ്കിൽ അവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, അവൻ നിയ്യത്ത് വെക്കുന്നത് ആ വെള്ളത്തിൽ മുങ്ങിയതിന് ശേഷമാവണം. അത് ഇങ്ങനെ പറയാനുള്ള കാരണം, ഈ വെള്ളത്തിൽ മുങ്ങുന്നതിന്റെ മുമ്പ് തന്നെ അദ്ദേഹം നിയ്യത്ത് ചെയ്യുകയാണെങ്കിൽ 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം ആകുന്ന സന്ദർഭത്തിൽ അവന്റെ മുഖം ആ വെള്ളത്തിൽ തട്ടുന്നതോടുകൂടെ മുഖം കഴുകൽ എന്ത് ചെയ്യും, സ്വഹീഹാകും. പക്ഷെ അതോടുകൂടെ വെള്ളം മുസ്തഅമലായി പോകും, ഉപയോഗശൂന്യമായി പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇന്ന് ഇപ്പോ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള കാലഘട്ടമാണ്, അത് വീടിന് പുറത്താണ്. ഇനി ബാത്റൂമിൽ തന്നെ എന്താവും, 2 കുല്ലത്തിൽ താഴെയുള്ള, ഇപ്പോൾ തന്നെയാണ് വാഷ് ബേസിന് പോലെ ചെറിയ ഒരു നീണ്ട തോണി പോലത്തെ കുളിക്കാനുള്ള ചെറിയ ഒരു സൗകര്യമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സൗകര്യത്തിൽ നിന്നൊക്കെ വുളൂ ചെയ്യണമെന്ന് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, അത് 2 കുല്ലത്ത് വെള്ളം ഇല്ല എങ്കിൽ വുളൂ ചെയ്യണമെങ്കിൽ അതിൽ മുങ്ങിയതിന് ശേഷം നിയ്യത്ത് വെക്കണം. അതല്ലാതെ അതിൽ മുങ്ങുന്നതിന്റെ മുമ്പ് വെച്ച് കഴിഞ്ഞാൽ മുഖം കഴുകലോടുകൂടെ, മുഖം നനയലോടുകൂടെ തന്നെ മുഖം കഴുകൽ സ്വഹീഹാകും. പക്ഷെ ആ വെള്ളം മുസ്തഅമലായി മാറുന്നത് കൊണ്ട് മറ്റുള്ള അവയവങ്ങൾക്ക് അത് മതിയാകുന്നതല്ല, വുളൂ സ്വഹീഹാകുന്നതല്ല. വലൗലം യംകുസ് ഫിൽ ഇൻഗിമാസി, ഇൻഗിമാസിൽ മുങ്ങുന്നതിൽ അവൻ താമസിച്ചിട്ടില്ലെങ്കിലും ശരി, സമനൻ ഒരു സമയം, യുംകിനു ഫീഹി തർതീബു, ആ സമയത്തിൽ തർതീബ് സാധ്യമാകും. അങ്ങനത്തതായ ഒരു സമയം മുങ്ങിയിട്ടില്ലെങ്കിലും എന്ന് ശരി, എന്നാൽ മുങ്ങി ഉടനെ തന്നെ പൊന്തിയാലും യാതൊരു പ്രശ്നമല്ല, വുളൂ സ്വഹീഹാവുന്ന അർത്ഥം. നഅം, എങ്കിലും ലവിഗ്തസല, ഒരുത്തൻ കുളിച്ചാൽ, ബിനിയ്യത്തിൻ, നീയത്തോടുകൂടെ, ഫയുഷ്തറതു ഫീഹി തർതീബു ഹഖീഖതൻ, അപ്പോൾ അവിടെ എന്ത് വേണം, തർത്തീബ് ഹഖീഖത്തൻ നിലക്കുള്ള തർത്തീബ് തന്നെ അവിടെ ഷർത്താക്കപ്പെടുന്നതാണ്. ഈ പറഞ്ഞ വിഷയം ആദ്യം പറഞ്ഞത് വെള്ളത്തിൽ മുങ്ങുകയാണെങ്കിലുള്ള വിഷയമാണ്. ഇനി അതല്ല, ഒരാൾ ഷവറിൽ നിന്നോ അതല്ലെങ്കിൽ പൈപ്പിൽ നിന്ന് അതല്ലെങ്കിൽ ജഗ്ഗിൽ നിന്ന് വെള്ളം ഒഴിച്ച് കുളിക്കുകയാണ്, പക്ഷെ വുളൂഇന്റെ നിയ്യത്തോടുകൂടെയാണ് കുളിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ അവിടെ എന്ത് വേണം, തർത്തീബ് ഷർത്താക്കപ്പെടും. എന്ന് പറഞ്ഞാൽ മുഖം കഴുകുക, അതുപോലെ കൈ
പിന്നീട് തല തടവുക, കാല് കഴുകുക, ഈ രൂപത്തിലുള്ള തെർത്തീബ് അപ്പോൾ ഷർത്താക്കപ്പെടുന്നതാണ്. മുങ്ങിക്കുളിക്കുകയാണെങ്കിൽ തെർത്തീബ് ഷർത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഹഖീഖത്ത് നിലക്കുള്ള തെർത്തീബ് ഷർത്താക്കപ്പെടുന്നില്ല. പക്ഷേ ജഗ് അതല്ലെങ്കിൽ ഷവർ, പൈപ്പ് ഇവകളുടെ താഴ്ഭാഗത്ത് നിന്നുകൊണ്ട് കുളിക്കുകയാണ് എങ്കിൽ അപ്പോൾ അവിടെ വുളൂഇന്റെ നിയ്യത്തോടുകൂടെ കുളിക്കുന്ന സമയത്ത് വുളൂ സ്വഹീയാവണമെങ്കിൽ ഹഖീഖത്ത് നിലക്കുള്ള തെർത്തീബ് ഷർത്താക്കപ്പെടുന്നതാണ്. ഇനി പറയുന്നത് വലാ യളുറു, ബുദ്ധിമുട്ടാകുന്നതല്ല, നിസ്യാനു ലുംഅത്തിൻ ഔ ലുമഇൻ ഫീ ഗൈരി അഅ്ളാഇൽ വുളൂഇ. ഇങ്ങനെ കുളിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാകില്ല, പ്രശ്നം സൃഷ്ടിക്കുന്നതല്ല. നിസ്യാനു ലുംഅത്തിൻ, ഒരു ലുംഅത്ത് മറക്കുക, ഔ ലുമഇൻ അല്ലെങ്കിൽ ലുമഉകൾ മറക്കുക. ഈ ലുംഅത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ അതിനെ ഉപയോഗിക്കൽ ഈ സസ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു അല്പം അതിന്റെ കഷ്ണം അതല്ലെങ്കിൽ അല്പം ചില വസ്തുക്കൾക്കാണ് പറയുക ഏത് ലുംഅത്ത്. പക്ഷെ കുളി അതുപോലത്തെ വുളു എന്നുള്ളതിൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം അൽ മൗദിഉല്ലദീ ലാ യുസീബുഹുൽ മാഉ, വെള്ളം എത്താത്ത സ്ഥലത്തിനാണ് ലുംഅത്ത് എന്ന് പറയാം. അപ്പൊ ലുമഅ എന്ന് പറഞ്ഞാൽ അൽ മവാദിഉ, സ്ഥലങ്ങൾ. അപ്പൊ വെള്ളം ചേരാത്ത സ്ഥലമോ അതല്ലെങ്കിൽ കുറച്ച് സ്ഥലങ്ങളോ മറന്നു എന്നുള്ളത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല. പക്ഷെ എന്താണ് അവിടെ നിബന്ധന? ഫീ ഗൈരി അഅ്ളാഇൽ വുളൂഇ, വുളൂഇന്റെ അവയവം അല്ലാത്തതിലാവണം. അപ്പൊ വുളൂഇന്റെ അവയവത്തിൽ നിന്നും മറന്നു കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്, അത് കഴുകണം. ഇത് വുളൂഇന്റെ അവയവം അല്ലാത്ത ഏതെങ്കിലും സ്ഥലത്ത്, ഇപ്പൊ ഒരാൾ കുളിക്കുകയാണ്, വുളൂഇന്റെ നിയ്യത്തോടുകൂടെ ഒരാൾ കുളിക്കുന്നു. അങ്ങനെ കുളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുതുകിൽ അല്പം വെള്ളം നനഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് പ്രശ്നം ഇല്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. ബൽ, എന്നല്ല, ലൗ കാന അലാ മാ അദാ അഅ്ളാഇഹി, ആ വുളൂഇന്റെ അവയവം അല്ലാത്തതിന്റെ മേലിൽ ഉണ്ടായാൽ മാനിഉൻ, വെള്ളം ചേരലിനെ തടയുന്ന വസ്തുക്കൾ, ഏതുപോലെ കശംഇൻ, മെഴുക് പോലെ, എന്നാലും ലം യളുറ, ബുദ്ധിമുട്ടാകുന്നതല്ല, പ്രശ്നമല്ല. അതായത് ഇവിടെ പറഞ്ഞു വരുന്നത്, കാരണം നമുക്ക് വുളൂഇന്റെ ഷർത്തിൽപ്പെട്ടതാണല്ലോ, കഴുകപ്പെടുന്ന അവയവങ്ങളുടെയും വെള്ളത്തിന്റെയും ഇടയിൽ മറ ഉണ്ടാക്കുന്ന ഒരു വസ്തുവും ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ വുളൂഇന്റെ നിയ്യത്തോടുകൂടെ കുളിക്കുന്ന സമയത്ത് വുളൂഇന്റെ അവയവമല്ലാത്ത ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് പ്രശ്നമില്ല എന്നർത്ഥം. കമസ്തദ്ഹറഹു ശൈഖുന അവർകൾ അതിനെ വ്യക്തമാക്കിയതുപോലെ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു. ഇനി പറയുന്നത് വലൗ അഹ്ദസ, ഒരാൾ അശുദ്ധിക്കാരനായി, വ അജ്നബ, അദ്ദേഹം ജനാബത്തുകാരനുമായി, ഒരാൾക്ക് ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും ഉണ്ട് എങ്കിൽ അജ്സഅഹുൽ ഗുസ്ലു അൻഹുമാ, ആ രണ്ട് അശുദ്ധിയെ തൊട്ടും കുളി അവനിക്ക് മതിയാകുന്നതാണ്. ബിനിയ്യതിഹി, ആ കുളിയുടെ നിയ്യത്ത് കൊണ്ട്. അപ്പൊ കുളിയുടെ നിയ്യത്ത്, ഒരാൾക്ക് വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിയും ഉണ്ടെങ്കിൽ, ഒരാൾ ജനാബത്തുകാരനാണ് അതുപോലെ വുളു മുറിഞ്ഞ വ്യക്തിയുമാണ്, അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹം കുളിയുടെ നിയ്യത്തോടുകൂടെ കുളിച്ചാൽ തന്നെ അവനിക്ക് രണ്ട് അശുദ്ധിയും ഉയരുന്നതാണ്. എന്ന് പറഞ്ഞാൽ വുളു ഉള്ളവനും ആയിത്തീരും, അവൻ ജനാബത്തിൽ നിന്ന് ഉയർന്നവനും ആകുന്നതാണ്. വലാ യജിബു, നിർബന്ധമാവുന്നതല്ല, തയഖ്ഖുനു ഉമൂമിൽ മാഇ ജമീഅൽ ഉളുവി, അവയവം മുഴുവത്തിന്റെ മേലിലും വെള്ളം വ്യാപകമായിരിക്കുന്നോ എന്നുള്ള ഉറപ്പ് നിർബന്ധമില്ല. ബൽ, എങ്കിലും യക്ഫി, അവനിക്ക് മതിയാകുന്നതാണ്. ഗലബത്തുദ്ദന്നി ബിഹി, അതുകൊണ്ട് ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം ആമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടുള്ള ഭാവനയുടെ ഗലബത്ത് എന്ന് പറഞ്ഞാൽ ഭാവന അധികരിച്ചും അവനിക്കെന്താവണം, ഭാവനയുണ്ടായിരിക്കണം വെള്ളം എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിയിരിക്കുന്നു എന്ന്. അതല്ലാതെ ഉറപ്പ് വേണ്ട എന്നർത്ഥം. ഉറപ്പ് വേണ്ട എന്ന് പറഞ്ഞാല് സാധാരണ അതിങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കി നടക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ്
ഇവിടെ ഇപ്പൊ ലന്ന് എന്ന് പറഞ്ഞത് ഇപ്പൊ ഉദാഹരണം ലന്ന് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? യഖീനിന്റെ ഭാഗത്തേക്ക് കൂടുതൽ സാധ്യതയുള്ളതിനാണ് ലന്ന് എന്ന് പറയാം. ഷക്ക് എന്ന് പറഞ്ഞാലോ രണ്ടു ഭാഗവും. ഇപ്പൊ ഒരാൾക്ക് തന്റെ ശരീരത്തിൽ വെള്ളം നനഞ്ഞിരിക്കുന്നോ എന്ന് സംശയമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെള്ളം നനഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള രണ്ടു ഭാഗത്തേക്കുമുള്ള അവന്റെ രണ്ടു ഭാഗത്തേക്കുമുള്ള അവന്റെ ആ വിചാരം അതെന്താണ്? രണ്ടും സമമായിരിക്കും. വെള്ളം ചേർന്നോ ഇല്ലേ എന്നുള്ളത് ഷക്കാകുമ്പോ രണ്ടു ഭാഗത്തേക്കും ഒരേപോലെയായിരിക്കും അവന്റെ നിഗമനം പോകുന്നത്. എന്നാൽ ലന്ന് ആകുന്ന സമയത്ത് വെള്ളം ചേർന്നിരിക്കുന്നു എന്നുള്ള സ്ഥലത്തേക്ക് ലന്നാണ് വരുന്നത് എങ്കിൽ ഇപ്പൊ കൂടുതലും വെള്ളം ചേർന്നിരിക്കുന്നു എന്നുള്ള ആ ഭാഗമായിരിക്കും അവന്റെ ഉദ്ദേശത്തിൽ കൂടുതലും വരുന്നത്. അതിനാണ് എന്ത് പറയുക? ലന്ന് എന്ന് പറയുക എന്ന് സാന്ദർഭികമായി നാം ഉണർത്തുന്നു. ഇനി പറയുന്നത് മുസന്നിഫ് റഹിമഹുല്ല ഇതിനോട് ബന്ധിച്ച ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. ഫർഉൻ, ഇതൊരു ഫർആണ്. ഫർഅ് എന്ത്, തംബീഹ് എന്ത് എന്നൊക്കെ നാം രണ്ടാമത്തെ അതല്ലെങ്കിൽ ഒന്നാമത്തെ ക്ലാസ്സിൽ മുമ്പ് വളരെ വിശദമായിട്ട് സംസാരിച്ചിരുന്നു. ഫർഉൻ, ഇതൊരു ഫർആണ്. ലൗ ശക്കൽ മുതവല്ലിഉ, വുളൂ ചെയ്യുന്നവൻ സംശയിച്ചാൽ, അവിൽ മുഗ്തസിലു, അല്ലെങ്കിൽ കുളിക്കുന്നവൻ സംശയിച്ചാൽ, ഫീ തത്ഹീരി ഉദ്വിൻ, ഒരു അവയവം ശുദ്ധിയാക്കിയ വിഷയത്തിൽ, ഖബ്ലൽ ഫറാഗി മിൻ വുളൂഇഹി, വുളൂ ചെയ്യുന്നവനാണെങ്കിൽ അവന്റെ വുളൂയിൽ നിന്നും വിരമിക്കുന്നതിന്റെ മുമ്പ്, ഔ ഗസ്രിഹി, അല്ലെങ്കിൽ കുളിക്കുന്നവനാണെങ്കിൽ അവന്റെ കുളിയുടെ മുമ്പ് ആയിട്ട് ഒരാൾ സംശയിച്ചു കഴിഞ്ഞാൽ, തഹറഹു, ആ സംശയിക്കപ്പെട്ട സ്ഥലം അതല്ലെങ്കിൽ അവയവം അതിനെ അവൻ ശുദ്ധീകരിക്കേണ്ടതാകുന്നു. വകദ, അപ്രകാരം തന്നെ മാ ബഅദഹു, ആ അവയവത്തിന്റെ ശേഷമുള്ളതിനെയും എപ്പോ ഫിൽ വുളൂഇ, വുളൂയിലാകുമ്പോൾ വുളൂ ചെയ്യുന്നവനാണെങ്കിൽ, ഇപ്പോൾ പറഞ്ഞ വിഷയം, ഒരു വുളൂ ചെയ്യുന്ന വ്യക്തി അതല്ലെങ്കിൽ കുളിക്കുന്ന വ്യക്തി, വുളൂ ചെയ്യുന്നവൻ അവന്റെ വുളൂയിൽ നിന്നും വിരമിക്കുന്നതിന്റെ മുമ്പ്, കുളിക്കുന്നവനാണെങ്കിൽ അവന്റെ കുളിയിൽ നിന്നും വിരമിക്കുന്നതിന്റെ മുമ്പായിട്ട് അവന്റെ ഏതെങ്കിലും സ്ഥലങ്ങൾ കഴുകിയോ ഇല്ലയോ എന്നുള്ള സംശയമാണുള്ളത്. അങ്ങനെ സംശയമുണ്ട് എങ്കിൽ അവൻ എന്ത് ചെയ്യണം? ആ വുളൂയിൽ നിന്നും വിരമിക്കുന്നതിന്റെ മുമ്പ് ആണ് സംശയമുള്ളത്. അങ്ങനെയാണ്, അല്ലെങ്കിൽ കുളിയിൽ നിന്നും വിരമിക്കുന്നതിന്റെ മുമ്പാണ് ഏതെങ്കിലും സ്ഥലത്ത് അല്പം ഞാൻ കഴുകിയിട്ടില്ല എന്നൊരു സംശയം വന്നത് എങ്കിൽ അവൻ എന്ത് ചെയ്യണം? ആ അവയവം കഴുകേണ്ടതുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരാൾ വുളൂ ചെയ്യുന്നു. വുളൂ ചെയ്യുമ്പോൾ അദ്ദേഹം കാല് കഴുകുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്. എന്താണ് ഓർമ്മ വരുന്നത്? അവന്റെ കൈ കഴുകിയിട്ടില്ല എന്ന് ഓർമ്മ വരുന്നത്. അങ്ങനെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ എന്ത് ചെയ്യണം? ആ കൈ കഴുകണം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ വലത്തെ കൈയാണെങ്കിൽ ആ വലത്തെ കൈയും കഴുകണം. പിന്നീട് എന്ത് ചെയ്യണം? അവൻ തല തടവുകയും വേണം. എന്നിട്ടായിരിക്കണം എന്ത് കാല് കഴുകേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം. അതാണ് മുസന്നിഫ് പറഞ്ഞത് വക്കദ മാ ബഅദഹു ഫിൽ വുളൂ എന്ന് പറഞ്ഞാൽ അതാണ്. വക്കദ, അപ്രകാരം തന്നെ അവൻ കഴുകണം. മാ ബഅദഹു ഫിൽ വുളൂ, വുളൂയിലാകുമ്പോൾ, വുളൂ ചെയ്യുന്നവനാണെങ്കിൽ അവനാണ് ഈ മറന്നത് എങ്കിൽ അവൻ ആ മറന്ന അവയവവും അതിന്റെ ശേഷമുള്ള എല്ലാ വുളൂയിന്റെ അവയവങ്ങളും തർത്തീബ് പ്രകാരം തന്നെ കഴുകേണ്ടതുണ്ട്. അതല്ലാതെ ആ മറന്ന അവയവം മാത്രം കഴുകിയാൽ ശരിയാകൂല. ഉദാഹരണം പറഞ്ഞാല്, ഒരാള് കാല് കഴുകുന്ന സമയത്ത് മുഖം കഴുകിയോ എന്ന് സംശയിച്ചു. അങ്ങനെ പിന്നീട് അദ്ദേഹം വെറും മുഖം കഴുകിയാൽ പോരാ, മുഖവും അതിന് ശേഷമുള്ള അവയവങ്ങളും തർത്തീബ് പ്രകാരം തന്നെ ചെയ്തെങ്കിൽ മാത്രമേ വുളൂയിൽ സ്വഹിയാകുള്ളൂ. കുളിയാകുമ്പോൾ പിന്നെ ആ പ്രശ്നം വരുന്നില്ല. കുളിയാകുമ്പോൾ അവിടെ കുളിയുടെ അവയവം ഒന്നല്ലേ ഉള്ളൂ, അതിന് തർത്തീബുകളൊന്നുമില്ലല്ലോ. അപ്പോ ആ മറന്ന സ്ഥലം അങ്ങ് കഴുകിയാൽ മതി. ഇനി ഔ ബഅദൽ ഫറാഗി മിൻ തുഹ്രിഹി, അവന്റെ ശുദ്ധിയിൽ നിന്നും വിരമിച്ചതിന് ശേഷമാണ് സംശയം വന്നത് എങ്കിൽ ലം യുഅസ്സിർ,
അതിന് യാതൊരു പ്രതിഫലനവുമില്ല, യാതൊരു പ്രശ്നവുമില്ല. എന്ന് പറഞ്ഞാൽ വുളൂ ചെയ്ത് കഴിഞ്ഞ് അവൻ ദുആ ചെയ്യാൻ ഇങ്ങനെ പുറപ്പെടുമ്പോഴാണ് അവനക്ക് എന്തൊരു ഓർമ്മ വന്നത്. എന്ത് ഓർമ്മ? ഞാന് ഇപ്പോ മുഖം കഴുകിയോ അതല്ലെങ്കിൽ കൈ കഴുകിയോ എന്നൊക്കെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിന് യാതൊരു പ്രശ്നവും ഇല്ല. അവന്റെ വുളൂ എടുത്ത ഹുക്കുമാണ് അവനുള്ളത്, അല്ലാതെ മടക്കി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വലൗ കാന ശക്കു ഫി നിയ്യത്തി ലം യുഅസ്സിർ അയ്ളൻ അലൽ വജ്ഹി, ന്യായമായ അഭിപ്രായത്തിന്റെ മേലിൽ അതുപോലെ തന്നെ നിയ്യത്തിൽ സംശയം വന്നു കഴിഞ്ഞാലും ശരി, എന്ത് ഈ വുളൂഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നിയ്യത്തിലാണ് അവനക്ക് സംശയമുള്ളത്, എന്നാലും ശരി പിന്നീട് വുളൂ മടക്കേണ്ട ആവശ്യമില്ല. കമാഫി ശറഹിൽ മിൻഹാജി ലിശൈഖിന, നമ്മുടെ ശൈഖുന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾക്കുള്ള ശറഹുൽ മിൻഹാജിൽ ഈ വിഷയമുള്ളതുപോലെ. വഖാല, മഹാനുഭാവൻ പറഞ്ഞിരിക്കുന്നു, ഫീഹി, ആ ശറഹുൽ മിൻഹാജിൽ, എന്ത്, ഖിയാസു മാ യഅതി ഫി ശക്കി ബഅദൽ ഫാത്തിഹതി വഖബ്ല റുകൂഇ അന്നഹു ലൗ ശക്ക ബഅദ ഉദ്വിൻ ഫി അസ്ലി ഗസ്ലിഹി ലസിമഹു ഇആദതുഹു ഔ ബഅദിഹി ലം തൽസംഹു. അതായത് ഇവിടെ ഈ പറയാൻ പോകുന്ന വിഷയം മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു ശറഹുൽ മിൻഹാജിൽ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. അതായത് നിസ്കാരത്തിന്റെ ബാബിൽ ഒരു വിഷയം വരുന്നുണ്ട്. ഒരാള് ഫാത്തിഹ സൂറത്ത് ഓതിയതിന് ശേഷം റുകൂഇന്റെ മുമ്പായിട്ട്, ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞ് റുകൂഇന്റെ മുമ്പായിട്ട് ഒരാൾക്കൊരു സംശയം, എന്ത്, ഞാൻ ഫാത്തിഹ സൂറത്ത് ഓതിയോ ഇല്ലയോ എന്നൊരു സംശയം. എന്ന് പറഞ്ഞാൽ ഫാത്തിഹ സൂറത്ത് ഓതിയിട്ടുണ്ടോ ഇല്ലെന്ന് സംശയം വന്നു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് എന്താണ്, ഫാത്തിഹ സൂറത്ത് മടക്കി ഓതണം എന്ന് പറഞ്ഞാൽ ഫാത്തിഹ സൂറത്ത് ഓതാത്ത വിധിയാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് ഫാത്തിഹ സൂറത്ത് മടക്കി ഓതേണ്ടതുണ്ട്. ഇനി അതല്ല, ഫാത്തിഹ സൂറത്തിന് ശേഷം റുകൂഇന്റെ മുമ്പായിട്ട്, റുകൂ ചെയ്യുന്നതിന്റെ മുമ്പായിട്ടൊരു സംശയം, ഞാൻ മാലികി യൗമിദ്ദീൻ എന്നൊരായത്ത് ഓതിയോ എന്ന് പറഞ്ഞാൽ ഫാത്തിഹ സൂറത്തിൽ പെട്ട ഏതെങ്കിലും ഒരു ആയത്ത് ഞാൻ ഓതിയിട്ടില്ല എന്നൊരു സംശയമാണ് എങ്കിൽ അതിന് യാതൊരു പ്രശ്നവുമില്ല, അത് മടക്കി ഓതേണ്ട ആവശ്യമില്ല എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? ബാബുസ്വല, നിസ്കാരത്തിന്റെ ബാബിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും, ഏത്, വുളൂ ചെയ്യുന്ന സ്ഥലത്തും എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ വുളൂ കഴിയുന്നതിന്റെ മുമ്പായിട്ട് ഒരാൾക്ക് സംശയം, ഏതെങ്കിലും ഒരു അവയവത്തിൽ നിന്നും അല്പം ഞാൻ കഴുകിയോ ഇല്ലയോ എന്ന സംശയമാണ് എങ്കിൽ അവിടെ ആ അവയവം അവൻ മടക്കി കഴുകേണ്ടതില്ല. ഉദാഹരണമായി പറഞ്ഞാൽ, വലത്തെ കൈ കഴുകുമ്പോൾ അവനൊരു സംശയം, ഞാൻ മുഖത്തിന്റെ ചില ഭാഗങ്ങളിൽപ്പെട്ട, ഉദാഹരണം പറഞ്ഞാൽ ചുണ്ട്, മുഖത്തിൽപ്പെട്ടതാണല്ലോ ചുണ്ടിന്റെ ചുവപ്പ്, അപ്പൊ ആ ചുണ്ടിന്റെ ചുവപ്പ് ഞാൻ കഴുകിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള സംശയം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവൻ മടക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് നാം മുമ്പ് പറഞ്ഞതും ഇതും തമ്മിലുള്ള വ്യത്യാസം, അതായത് ഒരു അവയവം കഴുകിയതിന് ശേഷം അവൻ വുളൂയിൽ നിന്നും വിരമിക്കുന്നതിന്റെ മുമ്പ് ആ അവയവം മുഴുവനും, എന്നാൽ കഴുകിയോ ഇല്ലയോ എന്നുള്ള വിഷയത്തിലാണ് സംശയമെങ്കിൽ മടക്കി കഴുകണം. അതല്ല, അതിൽ നിന്നും ചില ഭാഗങ്ങൾ മാത്രമേ കഴുകി എന്നുള്ള വിഷയത്തിലാണോ സംശയമെങ്കിൽ ആ അവയവം കഴുകൽ മടക്കേണ്ടതില്ല. അതാണ് ഈ പറയുന്നത്. വഖാല ഫീഹി, ഈ ശറഹുൽ മിൻഹാജിൽ പറഞ്ഞിരിക്കുന്നു, ഖിയാസുമാ, ഒന്നിന്റെ ഖിയാസ്, യഅതി, അത് വരും എന്ന് പറഞ്ഞാൽ എവിടെ, ബാബുസ്വലാത്തിലാണ് വരിക, ഫിശ്ശക്കി ബഅദൽ ഫാത്തിഹതി, ഫാത്തിഹ സൂറത്തിന്റെ ശേഷം സംശയിക്കുന്ന വിഷയത്തിൽ, വഖബ്ല റുകൂഇ, റുകൂഇന്റെ മുമ്പിലും. അപ്പൊ റുകൂഇന്റെ മുമ്പായിട്ട് ഫാത്തിഹ സൂറത്തിന് ശേഷം സംശയിച്ചാൽ വരുന്ന ഒരു മസ്അലയുടെ ഖിയാസ്, ആ മസ്അല എന്താണെന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, അങ്ങനെ മടക്കേണ്ട ആവശ്യമില്ല. മുഴുവനുമാണെങ്കിൽ, മുഴുവനത്തിനും സംശയമാണെങ്കിൽ, ഫാത്തിഹ സൂറത്ത് പരിപൂർണമായിട്ടും ഓതിയിട്ടില്ല എന്നുള്ള വിഷയത്തിലാണോ സംശയമെങ്കിൽ മടക്കണം. അതല്ല, ഏതെങ്കിലും ഒരു ആയത്ത് ഓതിയോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ സംശയമാണെങ്കിൽ അവിടെ അത് മടക്കി ഓതേണ്ടതുമില്ല എന്ന് പറഞ്ഞല്ലോ. ആ ഖിയാസാകുന്നത് അന്നഹു, തീർച്ചയായിട്ടും കാര്യം, ലൗ ശക്ക, ഒരാൾ സംശയിച്ചാൽ, ബഅദ ഉദ്വിൻ, ഒരു അവയവത്തിന് ശേഷം, ഫീ അസ്ലി ഗസ്ലിഹി,
അതിനെ കഴുകിയതിന്റെ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ അതിനെ കഴുകിയോ ഇല്ലയോ എന്ന് സംശയിച്ചാൽ, അസ്ലിൽ തന്നെ സംശയിച്ചു കഴിഞ്ഞാൽ, ലസിമഹു അവനിക്ക് നിർബന്ധമാണ് ഇആദതുഹു ആ അവയവത്തെ മടക്കി കഴുകൽ നിർബന്ധമാണ്. ആ അവയവത്തെ മടക്കൽ അവനിക്ക് നിർബന്ധമാണ്. ഔ ബഅദിഹി അതല്ല അതിൽ നിന്നും ചിലതിനെ കഴുകിയോ എന്നുള്ള വിഷയത്തിലാണ് സംശയമെങ്കിൽ, ലം തൽസംഹു അതിനെ കഴുകൽ മടക്കൽ അവനിക്ക് നിർബന്ധമില്ല, മടക്കി കഴുകേണ്ട ആവശ്യം വരുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഫൽ യുഹ്മൽ കലാമുഹുമുൽ അവ്വലു ആദ്യത്തെ ആ ഫുഖഹാക്കളുടെ കലാമിനെ ചുമത്തപ്പെടണം അലശ്ശക്കി ഫി അസ്ലിൽ ഉദ്വി അവയവത്തിന്റെ അസ്ലിൽ സംശയിക്കുന്നതിന്റെ മേലിൽ എന്ന് പറഞ്ഞാൽ ഒരു അവയവത്തെ കഴുകിയോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ സംശയിക്കുക. ലാ ബഅദിഹി ബഅദിൽ അല്ല, ആ അവയവത്തിന്റെ ബഅദിൽ സംശയം അല്ല, ആ അവയവത്തിൽ നിന്നും ചില ഭാഗങ്ങളെ കഴുകിയോ എന്നുള്ള വിഷയത്തിലുള്ള സംശയമല്ല. അങ്ങനെ സംശയമാണ് എങ്കിൽ അത് മടക്കി കഴുകേണ്ട ആവശ്യം ഇല്ല എന്ന് മുസന്നിഫ് റഹിമഹുല്ല ഇവിടെ ആ ശറഹുൽ മിൻഹാജിന്റെ ഇബാറത്ത് എടുത്തുകൊണ്ട് അത് വിശദീകരിക്കുകയാണ്. അപ്പോ അവ്വലായ കലാമു ഫൽ യുഹ്മൽ കലാമുഹുമുൽ അവ്വലു ആ ഫുഖാക്കളുടെ ആദ്യത്തെ കലാം എന്ന് പറഞ്ഞാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ വിഷയത്തിൽ ഈ ഇബാറത്തിൽ ലൗ ശക്കൽ മുതവദ്ദിഉ അവിൽ മുഗ്തസിലു ഫീ തത്ഹീരി ഉദ്വിൻ ഖബ്ലൽ ഫറാഗി മിൻ വുളൂഇഹി ഔ ഗുസ്ലിഹി കുളിക്കുന്നവനോ അല്ലെങ്കിൽ വുളൂ ചെയ്യുന്നവനോ അവൻ ആ പ്രവർത്തനങ്ങളിൽ നിന്നും വിരമിക്കുന്നതിന്റെ മുമ്പായിട്ട് അവന്റെ ഒരു അവയവം ശുദ്ധിയാക്കുന്ന വിഷയത്തിൽ സംശയിച്ചാൽ അവിടെ അവയവം ശുദ്ധിയാക്കുക എന്നുള്ളത് കൊണ്ടുള്ള വിവക്ഷ എന്താണ്? അത് ഒരു അവയവത്തിന്റെ അസ്ലാണ് എന്ന് മനസ്സിലാക്കണം. അസ്ൽ എന്ന് പറഞ്ഞാൽ ആ അവയവം തന്നെ, ആ അവയവം കാമിൽ മുഴുവനും, ആ അവയവം മുഴുവത്തിനും സംശയിച്ചാലാണ്. അതല്ലാതെ ആ അവയവത്തിൽ നിന്നും ചില ഭാഗങ്ങൾ കഴുകുന്ന വിഷയത്തിൽ സംശയിച്ചാൽ അല്ല എന്ന് ആണ് മുസന്നിഫ് ഈ വാക്കുകൊണ്ട് നമ്മെ മനസ്സിലാക്കുന്നത്. മുസന്നിഫ് റഹിമഹുല്ലാ ഈ വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനി ഇപ്പൊ വുളൂഇന്റെ 6 ഫർളുകളും അവസാനിച്ചു. ഇനി വുളൂഇന്റെ സുന്നത്തുകൾ എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് വുളൂഇന്റെ സുന്നത്ത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യപ്പെടുന്നത്. വസുന്ന ലിൽ മുതവദ്ദി വുളൂ ചെയ്യുന്നവന് സുന്നത്താക്കപ്പെടും വലൗ ബിമാഇൻ മഗ്സൂബിൻ അലൽ ഔജുഹി ഔജുഹ അഭിപ്രായ പ്രകാരം അത് കവർച്ച ചെയ്യപ്പെട്ട് എടുത്ത വെള്ളമാണെങ്കിലും ശരി. തസ്മിയത്തു അവ്വലിഹി വുളൂഇന്റെ ആദ്യത്തിൽ ബിസ്മി ചൊല്ലൽ സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു. അവ്വലിഹി ഐ അവ്വലിൽ വുളൂഇ വുളൂഇന്റെ ആദ്യത്തിൽ ലിൽ ഇത്തിബാഇ അവിടെയും ഇത്തിബാ ഉണ്ടായതിനു വേണ്ടി. ഇവിടെ വലൗ ബിമാഇൻ മഗ്സൂബിൻ എന്ന് പറയാനുള്ള കാരണം ഇവിടെ യഥാർത്ഥത്തിൽ തട്ടിപ്പറിക്കപ്പെട്ട അപഹരിക്കപ്പെട്ട വെള്ളം, ആ വെള്ളം കൊണ്ട് വുളൂ ചെയ്യൽ ഹറാമാണ്. അപ്പൊ നമുക്കൊരു സംശയം ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഹറാമായ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അവിടെ ബിസ്മി ചൊല്ലാൻ പറ്റൂല്ലോ. അത് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഹറാമാണ് എന്ന്, നിഷിദ്ധമാണ് എന്ന്. പക്ഷെ ഇവിടെ ഇതെന്തല്ല, അസ്ലിൽ എന്തില്ല, ഇവിടെ ഹറാമ് വരുന്നില്ല. ഇവിടെ ചില കാര്യങ്ങൾ ഇദ്ദേഹം വുളൂ എടുക്കുക എന്നുള്ള പ്രവർത്തനം എന്തല്ല, ഹറാമല്ല. പക്ഷെ ഇവിടെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഹറാമായി വരാനുള്ള കാരണം ആ വെള്ളത്തെക്കൊള്ള നോക്കിയിട്ടാണ്. വെള്ളം അവൻ അപഹരിച്ചതുകൊണ്ട്, തട്ടിപ്പറിക്കപ്പെട്ടതുകൊണ്ട്, തട്ടിപ്പറിച്ച് എടുത്ത വെള്ളമായതുകൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ വുളൂ ഹറാമായി. അതല്ലാതെ വുളൂഇന്റെ അടിസ്ഥാനം നോക്കുമ്പോൾ എന്തില്ല, ഹറാമില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നം ഇല്ല. അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് വലൗ ബിമാഇൻ മഗ്സൂബിൻ എന്ന് മുസന്നിഫ് കൊണ്ടുവന്നത്. തസ്മിയത്തു അവ്വലിഹി ഐ അവ്വലിൽ വുളൂഇൽ ഇത്തിബാഇ ഇത്തിബാഇന് വേണ്ടി ഇവിടെയും ഇത്തിബാ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ ചെയ്യാൻ വേണ്ടി തവല്ലഉ ബിസ്മില്ലാ നിങ്ങൾ അള്ളാഹുവിന്റെ നാമം കൊണ്ട് വുളൂ ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തുൽ കിറാമിനോട്
പറഞ്ഞതായ വലിയൊരു സംഭവം നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു, തവല്ലഉ ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ വുളൂ ചെയ്യുക. ഇതൊരു വലിയ ഹദീസാണ്, ഒരു ചരിത്ര സംഭവമാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ജയ്യിദായ സനദോടുകൂടെ മഹാനായ നസായി ഇമാം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ വെള്ളമില്ലാതെ വിഷമിക്കുകയാണ്. വുളൂ ചെയ്യാനുള്ള വെള്ളമില്ലാതെ വിഷമിക്കുന്ന സമയത്ത് എന്ത് വിഷമത്തിനും സമാശ്വസിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലാണ് സ്വഹാബത്തുൽ കിറാം ചെല്ലുക. തന്റെ കാലിൽ മുറിവ് പറ്റിയാലും കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടാലും കൈ കുഴഞ്ഞാലും എല്ലാ വിഷയങ്ങൾക്കും അവിടെ പരിഹാരമെന്നോണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സബിതത്തിൽ ചെന്നുകൊണ്ട് വേവലാതി ബോധിപ്പിക്കുന്ന ഒരു സ്വഭാവം സ്വഹാബത്തുൽ കിറാമിന് ഉള്ളത് കൊണ്ട് തന്നെ ആ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സബിതത്തിൽ ചെന്നുകൊണ്ട് സ്വഹാബത്ത് പറയുന്നു, നബിയേ, നിസ്കരിക്കാൻ വേണ്ടി വുളൂ ചെയ്യാനുള്ള പര്യാപ്തമായ വെള്ളം ഞങ്ങളുടെ കൈവശമില്ല നബിയേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ സന്ദർഭം അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് ചോദിക്കുന്നു, ഹൽ മഅകും മിമ്മാ, നിങ്ങളോടുകൂടെ ആരുടെയും അടുക്കൽ അല്പം വെള്ളമുണ്ടോ എന്ന് പറയുന്നു. ആ സമയത്ത് ഒരു സ്വഹാബിയിൽ നിന്നും അല്പ വെള്ളം ഒരു പാത്രത്തിൽ അവിടെ ആസന്നമാക്കുകയാണ്, അവിടെ കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവന്ന വെള്ളത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശറഫാക്കപ്പെട്ട കയ്യുകൾ അവിടെ വെക്കുകയാണ്, ആ വെള്ളത്തിൽ വെക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കൈ വെള്ളത്തിൽ വെച്ചതിന് ശേഷം സ്വഹാബത്തിനോട് പറയുന്നു, തവല്ലഉ ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ വുളൂ ചെയ്യൂ സ്വഹാബ എന്ന് പറയുമ്പോൾ സ്വഹാബത്ത് അങ്ങനെ വുളൂ ചെയ്യുന്നു. ആ സമയത്ത് വെള്ളം ഇങ്ങനെ കൂടുതലായി വരുന്നു, വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു മഹാനുഭാവൻ പറയുന്നു, ഫറഅയ്തുൽ മാഅ യഫൂറു മിൻ ബൈനി അസാബിഇഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇരു കരങ്ങളിലുമുള്ള കൈവിരലിലൂടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലുള്ള കൈവിരലിലൂടെ വെള്ളം ഇങ്ങനെ നിർഗളിക്കുന്നതായിട്ട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് തവല്ലഉ ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ വുളൂ ചെയ്യുക എന്നാണ്. ഈ ഹദീസ് ഈ സംഭവം, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവിരലിലൂടെ വെള്ളം നിർഗളിച്ച വെള്ളം വന്ന സംഭവം അത് പല സന്ദർഭങ്ങളിലും പല സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഹുദൈബിയയിൽ ഈ വിഷയം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്രകളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഹുദൈബിയ വിഷയത്തെക്കുറിച്ച് ഇതിങ്ങനെ വിവരിക്കുന്ന സന്ദർഭത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബികളിൽപ്പെട്ട ഒരാൾ ചോദിക്കുന്നു, കാരണം അങ്ങനെയാണല്ലോ നേതാവിന്റെ അമാനുഷികമായ കഴിവുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോ അത് അറിയാനുള്ള ജിജ്ഞാസ വർദ്ധിക്കും. ആ സമയത്ത് സ്വഹാബത്തിൽപ്പെട്ട, അതിൽ പങ്കെടുക്കാത്ത, അതല്ലെങ്കിൽ താബിഈകളിൽപ്പെട്ട ഒരാൾ ചോദിക്കുന്നു, കം അൻതും ദാലിക്കൽ യൗം, നിങ്ങൾ എത്ര പേരാണ് അന്ന് ഉണ്ടായിരുന്നത്, എത്ര പേർക്ക് ഇത് തികഞ്ഞു, ആ അമാനുഷികമായ കഴിവുകൊണ്ട് എത്ര ആൾക്ക് ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ ആവേശത്തോടുകൂടെ ചോദിക്കപ്പെട്ട സ്വഹാബി പറയുന്നു, ലൗ കുന്നാ മിഅത അൽഫിൻ ലകഫാന, ഞങ്ങൾ അന്ന് 1,00,000 ആളുകളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് മതിയാകുമായിരുന്നു, അത്രത്തോളം വെള്ളം ഇങ്ങനെ നിർഗളിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് സ്വഹാബി വിവരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ അന്ന് 1400, മറ്റൊരു റിപ്പോർട്ടുകളിൽ കാണാം 1500 എന്ന് കാണാം, അത്രയും പേരെ അന്നുണ്ടായിരുന്നുള്ളൂ. 1,00,000 ആളുകളുണ്ടെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും തികയുമാർ
വെള്ളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമാനുഷികമായ കഴിവുകൊണ്ട് കൈവിരലുകളിലൂടെ നിർഗളിക്കുന്നു എന്ന് സഹാബത്തുൽ കിറാം പറയുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ ഇത് മറ്റൊരു സംഭവമാണ്. ഇവിടെ പറയുന്നു ഹത്താ തതവല്ലഉ നഹ്മ 70 റജുല, 70ഓളം പേര് ഈ സംഭവത്തിൽ വുളൂ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കൈവിരലിന്റെ ബറക്കത്തിൽ നിന്നും ലഭിച്ച വെള്ളം കൊണ്ട് എന്ന് വ്യത്യസ്തമായ റിപ്പോർട്ടുകളിലൂടെ ഹദീസുകൾ വരികയാണ്. ഇവിടെ നമ്മുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞത് തവല്ലഉ ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ വുളൂ ചെയ്യുക. അപ്പോ ഈ വാക്കുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് മഹാനായ സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അസ്നൽ മത്താലിബി എന്ന ഗ്രന്ഥത്തിൽ ഇത് വിശദീകരിച്ചുകൊണ്ട് ബിസ്മി ചൊല്ലൽ സുന്നത്താണ് എന്നുള്ളതിന് തെളിവ് ഉദ്ധരിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ പിന്നെന്തുകൊണ്ട് നിർബന്ധമായില്ല? തവല്ലഉ എന്ന് പറഞ്ഞത് അംർ ഫീലല്ലേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന വന്നു കഴിഞ്ഞാൽ അത് നിർബന്ധമല്ലേ ആവേണ്ടത്? പക്ഷേ മുത്തലഖൻ നിലക്ക് നിർബന്ധമാവൂലല്ലോ, അത് സുന്നത്താണെന്നുള്ളതിനുള്ള ഖരീനത്ത് വേറെയുണ്ട്. കാരണം ഒരു സമയത്ത് ഒരു അഅറാബി വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് വുളൂ ചെയ്യുമ്പോ ആ അഅറാബിക്ക് വുളൂ അറിയുമായിരുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് അവിടെ വിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കുമ്പോ പറഞ്ഞത് തവല്ലഉ ബിമാ അമറക്കല്ലാഹ്, അള്ളാഹു നിന്നോട് എങ്ങനെയാണോ കൽപ്പിച്ചത് അതുപോലെ നീ വുളൂ ചെയ്യ് എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. നേരെ മറിച്ച് ഇവിടെ ബിസ്മി ഉണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് അതിനു മുമ്പ് ബിസ്മി അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കും, പറയാമായിരുന്നു നീ ബിസ്മി ചൊല്ലണം ആദ്യം, പിന്നീട് തവല്ലഉ ബിമാ അമറക്കല്ലാഹ്, അള്ളാഹു നിന്നോട് കൽപ്പിച്ചത് പ്രകാരം നീ വുളൂ ചെയ്യണം എന്ന് പറഞ്ഞില്ല. കാരണം ബിസ്മി ഏതിലില്ല? ആയത്തുൽ വുളൂയിൽ ബിസ്മി പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വുളൂ വിശദീകരിക്കുന്ന മറ്റു പല ഹദീസുകളിലും ബിസ്മി ഒഴിവാക്കിയും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ എടുത്തതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുന്നത്താണ് വുളൂഇൽ ബിസ്മി ചൊല്ലൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് മുസന്നിഫ് റഹിമഹുല്ലാ പറയുന്നു വഅഖല്ലുഹാ, ബിസ്മിയിൽ നിന്നും കുറഞ്ഞത് ബിസ്മില്ല എന്നാണ്. ബിസ്മില്ല എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അസ്ലു സുന്നത്ത് ലഭ്യമാകുന്നതാണ്. വഅക്മലുഹാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരിപൂർണമായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് എന്ന് മുസന്നിഫ് റഹിമഹുല്ലാ ഈ വാക്കുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സർവശക്തനായ റബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ ഖൽബിൽ വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിന് കാരണമാകുന്ന സ്വലാത്ത് കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തിലും സന്താനങ്ങളിലും നമ്മുടെ ജീവിതത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സമൃദ്ധി ബറക്കത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു